ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യഭാമയുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട ശാലിനി ആകെ വിഷമത്തോടെ തന്റെ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിൽ നിന്ന് താൻ എന്നേക്കുമായി പടിയിറക്കപ്പെട്ടു എന്ന് ആ സത്യം ഉൾക്കൊള്ളാനാകാതെ മനസ്സ് തകർന്ന ശാരദാമ്മയോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുന്നു. ആ നിമിഷം വിഷ്ണുവിന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് തന്റെ കുഞ്ഞാണ് സത്യ എന്നുള്ള ആ സത്യം ശാലിനി എല്ലാവർക്കും മുൻപിൽ വെളിപ്പെടുത്തിയപ്പോ സത്യാമ്മ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ പോലും വിഷ്ണുവിന്റെ മനസ്സിൽ ആ സത്യം അതേപടി തന്നെ നിലനിൽക്കുന്നു. എന്റെ കുഞ്ഞാണ് ശാലിനിയുടെ കൂടെയുള്ള സത്യമോളെങ്കിൽ ആ കുഞ്ഞ് എന്റെ കുഞ്ഞു തന്നെയാണ്, ഇവിടുത്തെ ചോരയാണെന്നല്ലേ ശാലിനി പറഞ്ഞത്. ശാലിനി ഒരിക്കലും കളവ് പറയില്ല. അപ്പോ എന്റെ മോളാണ് എന്റെ സത്യ. അതുകൊണ്ട് തന്നെ അതിന്റെ സത്യാവസ്ഥ ഉടനെ തന്നെ കണ്ടെത്തണം. എന്റെ മോളെ എനിക്ക് തിരികെ പിടിക്കണം. എന്റെ മോളെയും എന്റെ ശാലിനിയും എനിക്ക് വേണം. അമ്മയുടെ മുന്നിൽ ആ സത്യങ്ങൾ എനിക്ക് തന്നെ തെളിയിക്കണം. അതിന് എന്താണ് പോംവഴിയെന്നും എന്റെ കുഞ്ഞ് അത് എന്റെ കുഞ്ഞു തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ശാലിനിയോട് തന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും ശാലിനിയുടെ മുന്നിൽ തന്നെ ചെന്ന് അതിനെക്കുറിച്ച് ചോദിക്കണമെന്നും വിഷ്ണു തീരുമാനിക്കുന്നു. അങ്ങനെ തൽക്കാലം ശാലിനിയുടെ പിന്നാലെ ഇതിന്റെ ഈ സത്യത്തെക്കുറിച്ച് അന്വേഷിച്ചു പോയാൽ ശാലിനി ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല എന്നതിനാൽ തൽക്കാലം കുറച്ചുകൂടി സാവകാശത്തിൽ കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് വിഷ്ണു തീരുമാനിച്ചു. അപ്പോഴാണ് വിഷ്ണുവിന്റെയും ശാലിനിയുടെയും ജീവിതം എന്നേക്കുമായി വേർപിരിഞ്ഞു എന്ന സന്തോഷത്തിൽ മധുശ്രീ വീട്ടിലേക്ക് മടങ്ങുന്ന അവസ്ഥയിലാണ് മധുശ്രീയുടെ മുന്നിലേക്ക് അപ്രതീക്ഷിതമായി ആ ചെറുപ്പക്കാരൻ വന്നെത്തുന്നത്. അയാളുടെ കയ്യിലുള്ള ആ ഫോട്ടോയും കാണിച്ചുകൊണ്ട് മേഡത്തിന് ഈ പെൺകുട്ടിയെ പരിചയമുണ്ടോ എന്ന് ചോദിച്ച് മധുശ്രീയുടെ മുന്നിലേക്ക് എത്തിയ അയാൾ തന്റെ ഫോണിലെ ആ ഫോട്ടോ കാണിച്ചു. അത് കണ്ടതും മധുശ്രീ ആദ്യം ഒന്ന് പകച്ചുപോയി. എന്നിട്ട് ഒരിക്കൽ കൂടി അയാളുടെ മൊബൈൽ ഫോൺ കയ്യിൽ വാങ്ങി അത് കൃത്യമായി തന്നെ അതിൽ കണ്ട പെൺകുട്ടിയുടെ മുഖം മനസ്സിലേക്ക് എടുത്തു. അപ്പോഴാണ് അല്പം മുമ്പ് താൻ സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് കണ്ട ആ പെൺകുട്ടി ഇന്ന് താൻ പരിചയപ്പെട്ട ആ പെൺകുട്ടി തന്നെയാണ് ഇയാൾ അന്വേഷിക്കുന്ന ആള് എന്നുള്ള സത്യം മനസ്സിലാക്കി. അല്ല, എന്താ ഈ കുട്ടിയുടെ പേര് എന്ന് അന്വേഷിച്ചപ്പോൾ കാർത്തിക് എന്നാണ് പേരെന്നും മറ്റു ഡീറ്റെയിൽസും ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞതും അയാളുമായിട്ടുള്ള ബന്ധവും മധുശ്രീ തിരിച്ചറിഞ്ഞു. എല്ലാം കേട്ടതിന് ശേഷം അപ്പോ അവൾക്ക് ആരുമില്ല എന്ന് പറഞ്ഞത് കളവാണ്. മനഃപൂർവ്വം അവൾ ഇവിടെ ഒരു അനാഥയായിട്ട് വിഷ്ണുവിനോടൊപ്പം അവിടെ വന്ന് അഭിനയിക്കുന്നതാണ്. ഇതിന്റെ സത്യാവസ്ഥ സത്യാമ്മയുടെ മുന്നിൽ വെളിപ്പെടുത്തുക തന്നെ. അതിനു മുൻപ് അവളെ കൊണ്ട് എനിക്ക് ചില പദ്ധതികൾ ആ വീട്ടിൽ നടപ്പിലാക്കാനുണ്ട്. ആദ്യം അവളെ ഇക്കാര്യം താൻ അറിഞ്ഞു എന്ന് അവളെ മനസ്സിലാക്കിക്കുക, അതാണ് വേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മധുശ്രീ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അതെ, ഞാൻ എന്തായാലും ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരാളെ. ഇയാളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ നമ്പർ വാങ്ങിക്കുന്നു. ശരി മേഡം എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ പോയി കഴിയുമ്പോൾ മധുശ്രീ അല്പനേരത്തേക്ക് ചിന്തിച്ചു. എന്തായാലും ഇനി ഈ ദൈവം എൻ്റെ ഒപ്പം തന്നെയാണ്. എനിക്ക് തന്നെയാണ് ദൈവം വീണ്ടും നറുക്കിട്ടിരിക്കുന്നത്. വിഷ്ണുവിന്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കും. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അവളോട് തന്നെ ഞാൻ ചോദിക്കും എന്ന് മനസ്സിലുറപ്പിച്ച് ഉടനെ തന്നെ മധുശ്രീ അന്ന് താൻ കാർത്തികയുടെ നമ്പർ വാങ്ങിച്ചത് നന്നായി എന്ന് ആലോചിച്ചുകൊണ്ട് ആ നമ്പറിലേക്ക് ഉടനെ വിളിച്ചു. കാർത്തിക ആ സമയത്ത് തനിക്ക് അപ്രതീക്ഷിതമായ ഒരു കോൾ വന്നത് കണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഉടനെ തന്നെ കാർത്തികയോട് മധുശ്രീ പറഞ്ഞു, അതെ, ഞാനൊരു അഭ്യുദയകാംക്ഷിയാണ്. പിന്നെ എനിക്ക് കുട്ടിയുമായിട്ട് ചെറിയൊരു ബന്ധവുമുണ്ട്. അതുകൊണ്ട് തന്നെ കാർത്തികയെ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ കാർത്തികയെ വിളിക്കുന്നത്. കാർത്തിക ഇപ്പം സത്യഭാമയുടെ വീട്ടിൽ അവരുടെ സംരക്ഷണത്തിൽ കഴിയുകയാണ്. എന്നാൽ നീ അനാഥയല്ല എന്നുള്ള സത്യം മനസ്സിലാക്കി തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ നിന്റെ ഒരു അഭ്യുദയകാംക്ഷി എന്നതുപോലെ തന്നെ ഞാൻ മറ്റൊരാളെ എനിക്ക് പരിചയമുണ്ട്. അത് വേറെ ആരുമല്ല, മധുശ്രീ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി. നീ ഇപ്പോൾ വിവാഹിതയായ അല്ലെങ്കിൽ നിന്റെ കരുത്തിൽ താലി ചാർത്തിയ ആ വിഷ്ണു എന്ന് പറയുന്നവനെ വിവാഹം കഴിക്കാനായി കാത്തിരുന്നതാണ്. എന്നാൽ ആ വിവാഹം മുടക്കിയാണല്ലോ നീ ഇപ്പോ അയാളുടെ ഭാര്യയെ അവിടേക്ക് വന്നെത്തിയത്. എന്നാൽ നിന്റെ യഥാർത്ഥ പേരെന്താണെന്നും നിന്റെ വീട് എവിടെയാണെന്നും എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്തായാലും എനിക്ക് നിന്നെ നേരിലൊന്ന് കാണണം. ഇനി ഞാൻ ആരാണെന്ന് പറയാം. നീ അല്പം മുമ്പ് പരിചയപ്പെട്ടല്ലോ നിന്റെ വിഷ്ണുവേട്ടൻ വിവാഹം കഴിക്കാൻ നിന്ന ഒരു പെൺകുട്ടിയെ. ആ മധുശ്രീ തന്നെയാ നിന്നോട് ഇപ്പൊ സംസാരിക്കുന്നതെന്ന് പറഞ്ഞതും കാർത്തിക വല്ലാതെ ഞെട്ടിൽ നിന്നു. അയ്യോ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോ കാർത്തികയോട് മധുശ്രീ പറഞ്ഞു, എനിക്ക് എന്താ വേണ്ടതെന്നും എന്താ കാര്യമെന്നും ഞാൻ അങ്ങോട്ട് വന്ന് പറയാം. സത്യാമ്മയോട് സത്യങ്ങൾ തുറന്നു പറയണോ വേണ്ടോ എന്നതിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എല്ലാ സത്യങ്ങളും സത്യാമ്മയുടെ മുന്നിൽ വെളിപ്പെടുത്തി നീ ആ വീട്ടിൽ നടത്തുന്ന നാടകം എന്താണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണ് ഞാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ കാർത്തിക പറഞ്ഞു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം.
ദേവിയത് എൻ്റെ ഇവിടെ ആരുടെയും മുന്നിൽ എൻ്റെ സത്യങ്ങൾ വെളിപ്പെടുത്തരുതേ എന്ന് പറയുമ്പോൾ മധുശ്രീ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്കതിനെ ഒന്ന് കാണണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് മധുശ്രീ ഫോൺ വെച്ചു. അതിനുശേഷം കാർത്തിക ആകെ ടെൻഷനിലായി. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക എന്നറിയാതെ ആകെ ആശങ്കപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ശാലിനിയോട് ശാരദാമ്മ പറഞ്ഞു, മോളെ നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞതല്ലേ, ഇനിയിപ്പോ വരുന്നതൊക്കെ അനുഭവിക്കുക എന്നല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും. ആ കുഞ്ഞിന്റെ കരച്ചിലും സങ്കടവും പല ആവർത്തി കണ്ടപ്പോൾ ഞാൻ നിന്നോട് എത്ര തവണ ആവർത്തിച്ച് പറഞ്ഞതാണ് വിഷ്ണു കുഞ്ഞിനോടെങ്കിലും സത്യങ്ങൾ പറയാമെന്ന്. വിഷ്ണു മോനോട് സത്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രത്തോളം കാര്യങ്ങൾ എത്തുമായിരുന്നില്ലല്ലോ. ഇന്ന് ആ വീട്ടിൽ ചെന്ന് നാണം കെട്ട് തലകുനിച്ച് പോരേണ്ടി വന്നില്ലേ. പോരാത്തതിന് ഇങ്ങനെ ഒരു അപവാദവും ചീത്തപ്പേരും. ഈ കളങ്കത്തെ മാറ്റിമറിക്കാൻ ഇനി നിനക്ക് എന്നാണ് മോളെ കഴിയുക എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറഞ്ഞു, ഇനി എനിക്ക് ജീവിക്കണമെന്നില്ലമ്മേ. എൻ്റെ വിഷ്ണുവേട്ടനായിരുന്നു എൻ്റെ പ്രാണവായു. ഞാൻ പറഞ്ഞല്ലോ, വിഷ്ണുവേട്ടൻ ഒരിക്കലും എന്നെ തെറ്റിദ്ധരിക്കില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇപ്പോഴും എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ലമ്മേ. വിഷ്ണുവേട്ടൻ എന്നെ മറന്ന് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുക അതൊരിക്കലും സാധ്യമായിട്ടുള്ള കാര്യമല്ലമ്മേ എന്ന് പറയുമ്പോൾ ശാരദാമ്മ ചോദിച്ചു, പിന്നെ നീ ഇപ്പോൾ കണ്ടിട്ട് വന്ന എന്താണ്? സത്യാമ്മയുടെ വീട്ടിൽ വെച്ച് നീ ഇപ്പൊ കണ്ടതല്ലേ, അവിടെ എന്താ സംഭവിച്ചതെന്ന് നീ നേരിട്ട് കണ്ടതല്ലേ, എന്നിട്ടും നീ ഇപ്പോഴും വിഷ്ണു നിന്നെ ചതിക്കില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണോ എന്ന് ശാരദാമ്മ ദേഷ്യപ്പെട്ടു. അത് കേട്ടതും ശാലിനി പറഞ്ഞു, അമ്മേ, എൻ്റെ വിഷ്ണുവേട്ടന് എന്നെ എങ്ങനെ തള്ളിക്കളയാനാവില്ല, ഇതിലെന്തോ പ്രശ്നമുണ്ട് ഉറപ്പാണെന്ന് പറഞ്ഞ് ശാലിനി അങ്ങനെ നിന്നു. അവസാനം ശാരദാമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നീ ഇങ്ങനെ വെറുതെ മനസ്സ് വേദനിപ്പിക്കാതെ, എന്തായാലും കുഞ്ഞിപ്പോ വരും. സത്യമോള് മടങ്ങിയെത്തുമ്പോൾ നീ ഇങ്ങനെ തകർന്നിരിക്കരുത്. കുഞ്ഞിന് ആകെ സംശയമാകും. ആ പിഞ്ച് മനസ്സിനെ വേദനിപ്പിക്കരുത് എന്ന് ശാരദാമ്മ പറഞ്ഞു. അവസാനം ശാലിനി കുറച്ചു നേരത്തേക്ക് ആലോചിച്ചിട്ട് വേഗം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നീട് ശാലിനി ആരോടും ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്ന് നടന്നു നീങ്ങി. പെരുവഴിയിലൂടെ നടന്നു പോകുമ്പോൾ ശാലിനിയുടെ മനസ്സിൽ തന്റെ വിഷ്ണുവേട്ടൻ തന്നെ കൈവെടിഞ്ഞതിന്റെ വേദന അങ്ങനെ ഓരോ നിമിഷവും ശാലിനി അലട്ടിക്കൊണ്ടിരുന്നു. വല്ലാത്ത വേദനയോടെ ശാലിനി മുന്നോട്ട് നീങ്ങുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വിഷ്ണുവിനോടൊപ്പം ഉണ്ടായിരുന്ന ആ സുന്ദരമായ നിമിഷങ്ങളായിരുന്നു. വിഷ്ണുവേട്ടനോടൊപ്പം വിഷ്ണുവേട്ടന്റെ ഭാര്യയായി ആ വീട്ടിൽ കഴിഞ്ഞതും തൻ്റെ ഒപ്പം ഏത് പ്രശ്നങ്ങൾക്കും ഏത് പ്രതിസന്ധിയിലും തൻ്റെ കൂടെ നിന്ന് തനിക്ക് തണലായിട്ടുണ്ടായിരുന്ന വിഷ്ണുവേട്ടൻ തന്നെ നഷ്ടപ്പെടുത്തി ഇനി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്ന് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിയാത്ത ശാലിനി വിഷ്ണുവിന്റെ ഓർമ്മകളിൽ മാത്രം അങ്ങനെ മുഴുകി മുന്നോട്ട് നടന്നു. രാത്രി വളരെ വൈകിട്ടും ശാലിനി ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ എതിരെ വരുന്ന വണ്ടികളെ ഒന്നും ശാലിനി കണ്ട ഭാവം പോലും നടിക്കാതെ അതൊക്കെ മറ്റെവിടെയോ സംഭവിക്കണോ അല്ലെങ്കിൽ മറ്റെവിടേക്കോ ആണ് ആ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്നും തനിക്ക് ഈ ലോകവുമായി യാതൊരു ബന്ധവുമില്ല എന്ന രീതിയിൽ ശാലിനി അങ്ങനെ മുന്നോട്ട് നടന്നു. വിഷ്ണുവിന്റെ ഓർമ്മകൾ മാത്രം മനസ്സിൽ താലോലിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ശാരദാമ്മ മുറ്റത്ത് വീട്ടിലിരുന്ന ശാലിനിയെ കാണാത്തോടെ അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു. മോളെ ശാലിനി എന്ന് വിളിച്ചിട്ടും എങ്ങും ശാലിനിയെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ശാരദാമ്മയും ശാലിനി അന്വേഷിച്ച് പുറപ്പെട്ടു. അങ്ങനെ ശാരദാമ്മ ശാലിനി എവിടെ പോയെന്നറിയാതെ ആ വഴിയിലേക്ക് ആശങ്കയോടെ വരുമ്പോൾ കുറച്ച് ദൂരെയായി ശാലിനി അങ്ങനെ മുന്നോട്ട് ഒരു ലക്ഷ്യവുമില്ലാതെ നടന്നു പോകുന്ന കാഴ്ച ശാരദാമ്മ കണ്ടു. അയ്യോ, ഇവളെന്താ ഈ കാണിക്കുന്നത്? ഈ സമയത്ത് ഇങ്ങനെ മുന്നോട്ട് എങ്ങോട്ട് പോവാ? ഒരു ശ്രദ്ധയുമില്ലാതെയാണല്ലോ അവൾ നടക്കുന്നത്. അവളുടെ മനസ്സാകെ തകർന്നിരിക്കുകയാണ്. ഇനിയിപ്പോ എൻ്റെ കുഞ്ഞിന് എങ്ങനെയാണ് ആ പഴയ ജീവിതം വീണ്ടെടുക്കാൻ കഴിയുക? വിഷ്ണു ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് അവൾ ഒരിക്കലും വിചാരിച്ചതല്ലോ. മനസ്സാകെ തകർന്നു പോയില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ എന്നൊക്കെ ശാരദാമ്മ ചിന്തിച്ചു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ശാരദാമ്മ പിന്നാലെ എടി ശാലിനി നിൽക്കുമോളെ എന്ന് പറഞ്ഞ് പുറകെ ഓടി വരുമ്പോൾ ശാലിനി അതൊന്നും കേൾക്കാതെ അങ്ങനെ മുന്നോട്ട് നടന്നു. ആ നിമിഷം വലിയൊരു മഴ പെയ്യാൻ തുടങ്ങി. ശാരദാമ്മ പെട്ടെന്ന് ശാലിനിക്കരികിലേക്ക് ഓടിയെത്താൻ കഴിയാതാകുമ്പോൾ ശാലിനി വീണ്ടും വീണ്ടും ആ മഴയിൽ മുഴുവൻ നനഞ്ഞു കുതിർന്ന് മുന്നോട്ട് നടന്നു നീങ്ങി. ശാലിനിയുടെ മനസ്സിലേക്ക് വന്നത് വിഷ്ണുവിനെ കുറിച്ചുള്ള തൻ്റെ ജീവിതത്തിൽ വിഷ്ണുവേട്ടനോടൊപ്പം ചിലവഴിച്ച നിമിഷങ്ങൾ ഓരോന്നുമായിരുന്നു. അപ്പോഴേക്കും വിഷ്ണുവും ഇതേ അവസ്ഥയിൽ തന്നെ തൻ്റെ റൂമിലിരുന്ന് സങ്കടത്തോടെ ആലോചിച്ചു. ശാലിനി അന്ന് ആ വീട്ടുപടിക്കൽ വന്നതെന്ന് തൻ്റെ മുന്നിൽ കേണപേക്ഷിച്ചിട്ടും ഒരു വാക്കുപോലും പറയാതെ ശാലിനിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും കഴിയാതെ ഇതെല്ലാം വെറുമൊരു നാടകമായിരുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്താനാകാതെ ആകെ വിഷമിച്ച് നിൽക്കേണ്ടി വന്ന ആ അവസ്ഥയെക്കുറിച്ച് ആ നിമിഷം വിഷ്ണു ഓർത്ത് സ്വയം ശപിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവളെ ഇത്രമേൽ വേദനിപ്പിച്ചിട്ടും അവളുടെ ഹൃദയം ഇതുപോലെ കീറിമുറിച്ചിട്ടും അവളോട് സത്യം പറയാൻ കഴിയാതെ ഇത്രത്തോളം വേദന അവൾക്ക് നൽകേണ്ടി വന്നതിൽ സ്വയം ശപിച്ചുകൊണ്ട് വിഷ്ണു ആ ദിവസം എങ്ങനെ തള്ളി നീക്കുമെന്നും ഉടനെ തന്നെ സത്യം കണ്ടെത്തിയേ തീരുവെന്നും സത്യമോളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രഹസ്യങ്ങളും തനിക്ക് കണ്ടെത്തണമെന്ന് വിഷ്ണു തീരുമാനിച്ചു. അങ്ങനെ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ച് അപ്പുറത്ത് മാറി നിൽക്കുമ്പോൾ വിഷ്ണുവിൻ്റെ അരികിലേക്ക്
കമലൻ എത്തുന്നു. കമലിനരികിൽ വന്ന് വിഷ്ണുവിനോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ശ്യാമയും അവിടേക്ക് എത്തി. വിഷ്ണുവേട്ടനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ശ്യാമ വിളിച്ചു, വിഷ്ണുവേട്ടാ, എൻ്റെ കുഞ്ഞേച്ചിയോട് വിഷ്ണുവേട്ടൻ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയത്? കുഞ്ഞേച്ചി ഇത്രയും നാളും വിഷ്ണുവേട്ടനിൽ അകന്നു നിന്നു എന്നത് സത്യം തന്നെയാണ്. പക്ഷേ സത്യമോളുടെ സത്യം സത്യമോളുമായി ബന്ധപ്പെട്ടുള്ള ആ സത്യാവസ്ഥ വിഷ്ണുവേട്ടനെങ്കിലും കുഞ്ഞേച്ചിയോട് ചോദിച്ചറിയാമായിരുന്നില്ലേ? വിഷ്ണുവേട്ടൻ അതിനു പോലും ശ്രമിക്കാതെ ഇത്ര വേഗത്തിൽ ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്ത് എന്തിനായിരുന്നു വിഷ്ണുവേട്ടാ എന്ന് ശ്യാമ വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ മറുപടിയൊന്നുമില്ലാതെ തല കുനിച്ച് അങ്ങനെ വിഷ്ണു നിൽക്കുന്ന നേരത്ത് അവിടേക്ക് കമലൻ എത്തുന്നത്. കമലൻ വിഷ്ണുവിനെ അരികിലേക്ക് എത്തിയിട്ട് വിളിച്ചു, ആശാനെ, ഏതാ പെങ്കൊച്ച്? അത് കേട്ടതും വിഷ്ണു ആകെ ഞെട്ടലോടെ കമലിനെ നോക്കി. ആശാനെ, ആശാൻ കൂടുതലൊന്നും എന്നോട് പറയണ്ട. എനിക്കറിയാം ആശാൻ ഏട്ടത്തിയമ്മ എത്രത്തോളം പ്രിയപ്പെട്ടവളാണെന്ന്. ആശാന്റെ മനസ്സിൽ എത്രത്തോളം ആഴത്തിലാണ് ഏട്ടത്തിയമ്മ ഉള്ളതെന്നും എനിക്കറിയാം. ആ മനസ്സിൽ നിന്ന് ഒരു കാലത്തും ഏട്ടത്തിയമ്മയെ എൻ്റെ ആശാൻ പടിയിറക്കി വിടില്ല. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്ന എന്താണെന്നാണ് എനിക്കറിയേണ്ടത്. എനിക്ക് ഒരു മറുപടി മാത്രം കിട്ടിയാൽ മതി. ആശാനെ, അകത്തിരിക്കുന്ന ആശാൻ താലി കെട്ടിയ പെണ്ണെന്ന് പറയുന്ന ആ പെങ്കൊച്ചേതാന്നാ ഞാൻ ചോദിച്ചത് എന്ന് കമലൻ ദേഷ്യത്തോടെ വിഷ്ണുവിനോട് ചോദിക്കുന്നു. മറുപടി നൽകാൻ കഴിയാതെ വിഷ്ണു ആകെ വിഷമിച്ച് നിൽക്കുമ്പോൾ കമലൻ ചോദിച്ചു, ആശാനെ, എൻ്റെ ചോദ്യത്തിന് മറുപടിയില്ലേ? ഞാൻ ചോദിച്ചിട്ട് ആശാൻ എന്തുകൊണ്ട് ഉത്തരം പറയാതിരിക്കുന്നു എന്ന് വിഷ്ണുവിനോട് വീണ്ടും കമലൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് അവിടേക്ക് പപ്പിമോള് എത്തിയത്. പപ്പിമോൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് ഓടി വന്നതും അവിടെ എല്ലാവരും ആകെ വിഷമത്തിലും എന്നാൽ സത്യമ്മ വളരെ സന്തോഷത്തിലും ഇരിക്കുന്നത് കണ്ടു. ഓടിയെത്തിയ പപ്പിയും സത്യാമ്മയുടെ അരികിലേക്ക് എത്തിയതും സത്യാമ്മ വളരെ സ്നേഹത്തോടെ പപ്പിയോട് പറഞ്ഞു, മോളെ. പപ്പി ഓടി വരുമ്പോഴേക്കും സത്യാമ്മയോട് ചോദിച്ചു, സത്യാമ്മേ, എൻ്റെ ചേച്ചിയമ്മ വന്നോ? അത് കേട്ടതും വളരെ ചിരിച്ചുകൊണ്ട് സത്യഭാമ പറഞ്ഞു, ആ വന്നല്ലോ, വിഷ്ണു അച്ഛൻ്റെ ചേച്ചിയമ്മ വന്നിട്ടുണ്ട്, വിഷ്ണു അച്ഛൻ്റെ റൂമിലുണ്ട് എന്ന് പപ്പിയോട് സത്യഭാമ പറഞ്ഞു. അത് കേട്ടതും പപ്പി വളരെ സന്തോഷത്തോടെ, ആഹാ, എൻ്റെ ചേച്ചിയമ്മ വന്നല്ലേ, എനിക്കിപ്പം തന്നെ കാണണമെന്ന് പറഞ്ഞ് പപ്പി മുകളിലേക്ക് ഓടിപ്പോയി. അപ്പോഴേക്കും സത്യഭാമ മോളോട് ഇങ്ങനെ ഒരു കാര്യം സന്തോഷ വാർത്ത പറഞ്ഞ് വിടുന്നത് കണ്ട് രാഘവൻ നായർ വളരെ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കുന്നു. അപ്പോഴേക്കും മുകളിലത്തെ വിഷ്ണുവിന്റെ റൂമിനരികിലേക്ക് ഓടിയെത്തിയ പപ്പിയും ചേച്ചിയമ്മയെ എന്ന് വിളിച്ച് വാതിക്കലേക്ക് വന്നതും വിഷ്ണുവിന്റെ റൂമിൽ നിൽക്കുന്ന മറ്റ് കാർത്തികയെ കാണുന്നു. കാർത്തികയെ കണ്ട ഉടനെ തന്നെ ആകെ സംശയത്തോടെ പപ്പി ചോദിച്ചു, ആരാ എന്ന് അന്വേഷിച്ചതും ഉടനെ കാർത്തിക ആ കുട്ടിയെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് സംശയത്തോടെ നോക്കി. വേഗം തന്നെ അരികിലേക്ക് എത്തിയ പപ്പി വീണ്ടും കാർത്തികയോട് ചോദിച്ചു, അതെ, നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ ഇവിടെ വിഷ്ണു അച്ഛൻ്റെ റൂമിൽ നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും കാർത്തിക പറഞ്ഞു, അതെ, ഈ റൂമിൽ ഞാൻ നിൽക്കുന്നതോ ഞാൻ ആരാണെന്ന് ആരും പറഞ്ഞു തന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും വീണ്ടും പപ്പി ചോദിച്ചു, അതെ, എനിക്ക് എൻ്റെ വിഷ്ണു അച്ഛൻ്റെ റൂമിൽ നിൽക്കുന്ന നിങ്ങൾ ആരാണെന്ന് അറിയേണ്ടത്. വിഷ്ണു അച്ഛൻ്റെ ചേച്ചിയമ്മ എവിടെ? ചേച്ചിയമ്മയെ കാണാനാണ് ഞാൻ വന്നത്. ചേച്ചിയമ്മയെ എന്ന് പപ്പി വിളിച്ച് അകത്തേക്ക് കയറി. അപ്പോഴേക്കും അത് കണ്ട കാർത്തിക ദേഷ്യത്തോടെ പറഞ്ഞു, അതെ, കുട്ടി ഇങ്ങോട്ട് ഇറങ്ങിക്കേ, കുട്ടി എന്തിനാ ഇപ്പൊ ഇതിനകത്തേക്ക് കയറിയത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഉടനെ പപ്പി പറഞ്ഞു, അത് ശരി, ഇതിന്റെ വിഷ്ണുവച്ചന്റെ റൂമാ, നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ച് പപ്പി വീണ്ടും ബഹളം വെച്ചു. അപ്പോഴേക്കും പപ്പിയുടെ ചോദ്യങ്ങൾ കേട്ട് കാർത്തിക പറഞ്ഞു, ദേ, കൊച്ചാണെങ്കിലും അവന് നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കണം, വെറുതെ എന്നെ ചോദ്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് തുടങ്ങുമ്പോഴേക്കും പപ്പി പറഞ്ഞു, അതെ, എൻ്റെ വിഷ്ണുവച്ചൻ്റെ റൂമിൽ നിങ്ങളോടാരാ നിൽക്കാൻ പറഞ്ഞത്, ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന പപ്പിയുടെ നേരെ കലിയോടെ കാർത്തിക കൈ ഉയർത്തി, നീ അത്രയ്ക്കായോ എന്ന് ചോദിച്ച് തല്ലാനായി കൈ ഉയർത്തുന്നു. അത് കണ്ടുകൊണ്ട് ശ്യാമ അവിടേക്ക് എത്തി. ആ കാഴ്ച കണ്ട ഉടനെ പപ്പിയെ കൈ ഉയർത്തി തല്ലാനായി വരുന്നത് കണ്ട് പപ്പി എന്ന് ഉറക്കെ ശ്യാമ വിളിക്കുമ്പോഴേക്കും ദേഷ്യത്തോടെ നിന്ന കാർത്തിക ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കി. ശ്യാമ അപ്പോഴേക്കും കലിച്ചു തുള്ളിക്കൊണ്ട് നേരെ കാർത്തികക്കരികിലേക്ക് എത്തി. അതെ, എൻ്റെ കുഞ്ഞിന്റെ ദേഹത്തെ തൊട്ടാലുണ്ടല്ലോ, ഏത് കൊമ്പത്തെ തമ്പുരാട്ടിയാണെങ്കിലും ആ കൈ ഞാൻ വെട്ടിയിരിക്കും എന്ന് ശ്യാമ ദേഷ്യത്തോടെ കാർത്തികയോട് പറഞ്ഞു. കാർത്തിക ആകെ തലകുനിച്ച് ഒന്നും പറയാനാകാതെ ശ്യാമയുടെ മുന്നിലാകെ നാണം കെട്ടങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ പപ്പിയെ വിളിച്ചുകൊണ്ട് വാ കുഞ്ഞെ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വേഗം അവിടെ നിന്ന് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് പപ്പി ചോദിച്ചു, അമ്മേ, അത് ആരാ അമ്മയാ നിൽക്കുന്ന ആൻറ്റി? വിഷ്ണുവച്ചൻ്റെ റൂമിൽ ആ ആൻറ്റി ഇതിനാ നിൽക്കുന്നത്. ചേച്ചിയമ്മ എവിടെ? ചേച്ചിയമ്മ ഇവിടെ വന്നു എന്ന് അച്ഛമ്മ പറഞ്ഞല്ലോ, ചേച്ചിയമ്മ കാണാനാണ് ഞാൻ വന്നത് എന്ന് പപ്പി പറഞ്ഞു. അതെല്ലാം കേട്ട ഉടനെ പപ്പിയുടെ ചോദ്യങ്ങൾ കേട്ട് ശ്യാമ ആകെ സങ്കടപ്പെട്ടു. അതിനുശേഷം സങ്കടത്തോടെ ശ്യാമ പപ്പിയോട് പറഞ്ഞു, ചേച്ചിയമ്മ വന്നില്ല മോളെ, ചേച്ചിയമ്മ വരും, മോള് വിഷമിക്കാതെ, ചേച്ചിയമ്മ ഉടനെ എത്തു കേട്ടോ എന്ന് പറഞ്ഞ് ശ്യാമ പപ്പിയെ സമാധാനപ്പെടുത്തി. അപ്പോഴേക്കും പപ്പിക്കാകെ നിരാശയായി. അല്ല, ഇന്ന് തന്നെ ചേച്ചിയമ്മ കൊണ്ടുവരുമെന്നാണല്ലോ വിഷ്ണു അച്ഛൻ പറഞ്ഞത്, എന്നിട്ട് വിഷ്ണു അച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നില്ലേ എന്ന് ചോദിച്ച്
പപ്പി സങ്കടപ്പെട്ടു. ഉടനെ ശ്യാമ പറഞ്ഞു, മോള് വിഷമിക്കാതെ, മോള് വേഗം ഫ്രഷായി ഈ ഡ്രസ്സൊക്കെ മാറിക്കേ, അമ്മ അപ്പോഴേക്കും മോൾക്ക് കാപ്പി എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് വേഗം ശ്യാമ കുഞ്ഞിനെ അവിടെ ഇരുത്തി ഡ്രസ്സൊക്കെ മാറാനായി പറഞ്ഞിട്ട് താഴേക്ക് പോകുന്നു. ആ സമയത്ത് പപ്പിക്കാകെ സംശയമായി. എന്നിട്ട് വിഷ്ണുവച്ച എവിടെ? വിഷ്ണുവച്ചനെ കാണുന്നില്ലല്ലോ. വിഷ്ണുവച്ചോട് ചോദിച്ചാൽ അറിയാം. ചേച്ചിയമ്മ വന്നിട്ടുണ്ടെങ്കിൽ വിഷ്ണുവച്ച എന്നെ തീർച്ചയായിട്ടും കാണിക്കും. അല്ലാതെ വിഷ്ണുവച്ചൻ എൻ്റെ അരികിൽ നിന്ന് മാറി നിൽക്കില്ല. എനിക്ക് കാണണം എൻ്റെ ചേച്ചിയമ്മയെ എന്ന് പറഞ്ഞ് വേഗം പപ്പി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് പകരം വിഷ്ണു അവിടെ എവിടെയെങ്കിലും വിഷ്ണുവച്ചൻ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ ബാൽക്കണിയിലേക്ക് ഓടിയെത്തി. അപ്പോഴേക്കും ബാൽക്കണിയിലാകെ വിഷമിച്ച് നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ടതും പപ്പി അരികിലേക്ക് എന്നിട്ട് ചോദിച്ചു, വിഷ്ണുവച്ച എവിടെ? ചേച്ചിയമ്മ എന്തിയേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് വിഷ്ണു ആകെ വിഷമത്തോടെ നിന്നത്. ഈ സമയത്ത് വിഷ്ണു ആകെ നിസ്സഹായനായ സങ്കടത്തോടെ അങ്ങനെ നിൽക്കുമ്പോൾ സത്യഭാമ ആ വഴിയെത്തി. പപ്പി വേഗം ഓടിയെത്തി വിഷ്ണുവിനോട് ചോദിച്ചു, വിഷ്ണുവച്ചേ ചേച്ചിയമ്മ എവിടെ? ചേച്ചിയമ്മ എനിക്ക് കാണണം. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, ആഹാ, മോള് ചേച്ചിയമ്മ ഇതുവരെയായിട്ടും കണ്ടില്ലേ? ഞാൻ കാണിച്ചു തരാലോ. മോള് വിഷ്ണുവച്ചൻ്റെ റൂമിൽ പോയില്ലേ എന്ന് ചോദിച്ചു. പോയി. അവിടെ വേറൊരു ആൻറ്റിയെ കണ്ടത്. അതാരാ അത്? എനിക്ക് അവരെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് പപ്പി സങ്കടത്തോടെ ചോദിക്കുമ്പോൾ വേഗം സത്യഭാമ പപ്പിയെ വിളിച്ചുകൊണ്ട് പോന്നു. ആഹാ, എന്നാലേ അച്ഛമ്മ തന്നെ മോക്ക് കാണിച്ചു തരാലോ ചേച്ചിയമ്മേ എന്ന് പറഞ്ഞ് പപ്പിയെ വിളിച്ചുകൊണ്ട് സത്യഭാമ വേഗം കാർത്തികയ്ക്ക് മുന്നിലേക്ക് എത്തി. എന്നിട്ട് പറഞ്ഞു, ദാ ഈ നിൽക്കുന്നതാണ് മോളുടെ ചേച്ചിയമ്മ. ഇനി മുതൽ വിഷ്ണുവച്ചൻ്റെ ചേച്ചിയമ്മ, മനസ്സിലായോ എന്ന് സത്യഭാമ പപ്പിയോട് പറഞ്ഞു. അത് കേട്ടതും പപ്പിയാകെ സങ്കടത്തിലായി. ഇത് ചേച്ചിയമ്മയോ? അല്ല, ഇതല്ല ചേച്ചിയമ്മ. ചേച്ചിയമ്മ വന്നെങ്കിൽ എൻ്റെ വിഷ്ണുവച്ചന് ഒത്തിരി സന്തോഷമാകുമായിരുന്നു എന്ന് പറഞ്ഞ് പപ്പി വേഗം വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെന്നു. വിഷ്ണുവച്ച, ഇനി ഞാൻ വിഷ്ണുവച്ചനോട് കൂട്ടില്ല. എനിക്ക് വിഷ്ണുവച്ചനോട് ഞാൻ പിണക്കവാം. എൻ്റെ ചേച്ചിയമ്മയെ എനിക്ക് കാണിച്ചു തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പപ്പി സങ്കടപ്പെട്ടുകൊണ്ട് റൂമിലേക്ക് ഓടിപ്പോകുമ്പോൾ ആകെ വിഷമത്തോടെ സങ്കടപ്പെട്ടുകൊണ്ട് വിഷ്ണു പപ്പിയെ തന്നെ നോക്കി നിന്നു.